മിക്ക ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെൻറ്റിലൂടെയും നമ്മൾ നോട്ടീസ് ചെയ്യാറുള്ളത് കുട്ടികളുടെ എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനുമുള്ള ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ കഴിഞ്ഞ 6 മാസക്കാലമായി ഞങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളിൽ പൊതുവെ ആരും ശ്രദ്ധിക്കാത്തതും എന്നാൽ പഠനത്തെ സാരമായ രീതിയിൽ ബാധിക്കുന്നതുമായ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഫീച്ചർ കൂടുതലായി കണ്ടുവരും. അറിയണ്ടേ അത് എന്താണെന്ന്? കിഡ്സ്വേയിൽ നിന്ന് അനുവാണേ. പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. എന്താണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ? കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. എന്നാൽ കേൾക്കുന്ന വാക്കുകൾ ശരിയായി പ്രോസസ്സ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡറിനെ മിക്ക പാരൻസും ഒരു കേൾവി പ്രശ്നമായാണ് കാണാറുള്ളത്. എന്നാൽ ഇത് കേൾവിയുമായി യാതൊരു ബന്ധവുമില്ല. നേരെ മറിച്ച് ക്ലാസ് റൂമിലോട്ട് പോവുകയാണെങ്കിലോ ടീച്ചേഴ്സ് ഇതിനെ ഒരു ബിഹേവിയർ ഇഷ്യൂ ആയിട്ടാണ് നോട്ടീസ് ചെയ്യാറുള്ളത്. ഈ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡറിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആദ്യമായി ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ബുദ്ധിമുട്ട്, അതായത് വെർബൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിന്റെ സംസാര ഭാഷയെ സാരമായി ബാധിക്കാറുണ്ട്. സംസാരിക്കുന്ന വിവരങ്ങൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ക്ലാസ് റൂമുകളിലെ ചർച്ചകളിലും ടീച്ചർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്കും കുട്ടി എത്തുന്നു. രണ്ടാമതായി റീഡിംഗ് ഡിഫിക്കൽറ്റി. വായിക്കുന്ന കാര്യങ്ങളിലെ വാക്യഘടനയും അർത്ഥവും മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കുന്നവരോടൊപ്പം തന്നെ വായനയുടെ വേഗത കുറയുകയും വാക്കുകൾ ഡീകോഡ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. മൂന്നാമതായി റൈറ്റിംഗ് ഡിഫിക്കൽറ്റി. ചിന്തകളെ സെന്റൻസായും പാരഗ്രാഫായും എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ട്, സ്ഥിരമായി ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടാവുക, ചിഹ്നങ്ങൾ പോലും ഓർത്തെടുത്ത് എഴുതാൻ കഴിയാത്തൊരവസ്ഥയും അതുപോലെ തന്നെ ഇവരുടെ ആശയങ്ങൾ വ്യക്തമായി നമ്മളോട് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കും കുഞ്ഞെത്തിച്ചേരുന്നു. നാലാമതായി സ്പീക്കിംഗ് ഡിഫിക്കൽറ്റി, അതായത് സംസാരത്തിലുള്ള ബുദ്ധിമുട്ട്. ശരിയായ വാക്കുകൾ കണ്ടെത്താനും അവ ഉപയോഗിച്ച് വാക്യങ്ങൾ പറയാനുമുള്ള കുഞ്ഞിന്റെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ വ്യക്തമല്ലാതെ ഇപ്പോൾ ഒരു കാര്യം പറയുവാണെങ്കിൽ അത് ശരിക്കും വ്യക്തമല്ലാത്ത രീതിയിലായിരിക്കും കുഞ്ഞ് പറയുന്നത്. ക്ലാരിറ്റി ഇഷ്യൂ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. കുട്ടികളിൽ ഉണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പാരൻസിനും ടീച്ചേഴ്സിനും ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു ഡൗട്ടിനും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റ് ഓൺലൈനായി ലഭ്യമാണ്.